ആമേൻ, ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ആമേൻസ് മിനിസ്ട്രിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. വണ്ടർഫുൾ ജീസസ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് എല്ലാ സ്തുതിയും പുകഴ്ചയും ആരാധനയും സ്തോത്രവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് എല്ലാ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സകല ദൈവമക്കളെയും തിരുമുമ്പിൽ സമർപ്പിക്കുന്നവ കാണാൻ അവരുടെ കണ്ണുകളും കേൾക്കാൻ അവരുടെ ചെവികളും ഹൃദയം തുറന്നു കൊടുത്തുകൊണ്ട് കർത്താവേ ഈ വചന സന്ദേശം അവരുടെ ഹൃദയങ്ങളിലും ആത്മാവിലുമെല്ലാം ആഴത്തിൽ ഇറങ്ങി പരിവർത്തിക്കണേ എന്നുള്ള പ്രാർത്ഥന അർപ്പിച്ചുകൊണ്ട് തുടങ്ങാം. ഹല്ലേലൂയ, വണ്ടർഫുൾ ജീസസ്. ഇന്ന് നമ്മൾ വേർഡ് അല്ലെങ്കിൽ വാക്ക്, ദ വേർഡ് ഇസ് അവർ ലോർഡ്. ഹല്ലേലൂയ. ആ വാക്ക് എന്നുള്ളത് വളരെ ആഴവും അർത്ഥവുമുള്ള, പ്രത്യേകിച്ച് നമുക്ക്, കാരണം ദൈവം വചനമാകുന്ന ദൈവത്തെ അറിയുന്ന നമുക്ക് വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ വാക്ക് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും സംസാരിക്കുന്ന വാക്ക്, നാക്ക്, ഇതെല്ലാമാണ് നമ്മുടെ ഇന്നത്തെ പ്രതിപാദ്യ വിഷയം. അതിനെ മനസ്സിനെ എങ്ങനെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മനസ്സിൻ്റെ നവീകരണത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതി, അതിനെ അപ്ലൈ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളതുകൂടി നമ്മൾ ഈ സന്ദേശത്തിൽ ശ്രദ്ധിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ, വണ്ടർഫുൾ ജീസസ്. യേശു ആരാധന. നമ്മൾ ജീവന്റെ വചനം, അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വാക്കായി ആദ്യം ജെനസിസ് അല്ലെങ്കിൽ ഉൽപ്പത്തിയിൽ സൃഷ്ടികർമ്മത്തിന് പിതാവായ ദൈവം ഉപയോഗിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാകുന്ന വാക്കാണ്. പോയിട്ട് ഓരോ ആകാശമുണ്ടാവട്ടെ എന്ന് പറഞ്ഞ വാക്ക് ആണ് ആകാശമായി ഭൂമിയായി സകലതും, ഈ സൃഷ്ടിക്കപ്പെട്ട സകല, ഈ ബ്രഹ്മാണ്ടത്തിലുള്ള സകലതിൻ്റെയും പിന്നിലുള്ള ക്രിയേറ്റീവ് ഈഥർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന, സയന്റിഫിക്കലി പറയാവുന്ന ആ സബ്സ്റ്റൻസ്, അതാണ് നമ്മുടെ കർത്താവായ യേശു. അപ്പൊ ഈ വാക്കിനാൽ സകലതും സൃഷ്ടിച്ച അതേ ദൈവം ദൈവത്തിന്റെ ഇമേജിലും ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച നമുക്കും അതേ നമ്മുടെ വാക്കിനും വളരെ അധികം ശക്തി ഇട്ടിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതറിയാതെ നമ്മൾ വാക്ക് അല്ലെങ്കിൽ നാക്ക് ശരിയായ രീതിയിലല്ല ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരുപാട് കോട്ടങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് മനസ്സിൻ്റെ നവീകരണമായിട്ട് ഈ വാക്കിന്, നാക്ക്, അതാണ് നമ്മൾ നാക്കിന് നിയന്ത്രണമുള്ളവൻ. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടല്ലേ, നാക്കിന്റെ നിയന്ത്രണമുള്ളവന്, വാക്കിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവൻ അവന്റെ ശരീരത്തിന്റെ മുഴുവനും നിയന്ത്രണമുണ്ട്. ശരീരത്തിന് മുഴുവനും അവൻ പൂർണ്ണനാക്കി കീപ്പ് ചെയ്യാനായിട്ട് ഈ നാക്ക് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഈ നാക്ക് നമ്മൾ ശരിയായി, യേശുക്രിസ്തുവിൽ സ്വതന്ത്രരായ നമ്മൾ സത്യത്തിൽ നാക്കിനെ ശരിയായി ഉപയോഗിച്ച, വാക്കിനെ ശരിയായി ഉപയോഗിച്ചിട്ടാണ് ദൈവരാജ്യത്തിൽ സൃഷ്ടിപ്പ് നടക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവരാജ്യത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത് വാക്കിനാലാണ്. അപ്പൊ ഈ വാക്കിന് സൃഷ്ടിയുടെ പവർ ഉണ്ട്. സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ പറയാണ്, നമ്മള് വാക്ക്, ഹൃദയത്തെ നിങ്ങൾ ജാഗ്രതയോടെ സൂക്ഷിക്കുക, അവിടെ നിന്നാണല്ലോ ജീവജലത്തിന്റെ അല്ലെങ്കിൽ ജീവന്റെ ഉറവ പുറപ്പെടുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഹൃദയത്തിനെ, അതായത് മനസ്സിന്റെ അടിത്തട്ടിനെ, സബ് കോൺഷ്യസിനെ, നമ്മുടെ ആഴത്തിലുള്ള മനസ്സിനെ, ഉപബോധത്തിനെ നമ്മൾ സൂക്ഷിക്കണം. ഈ വാക്കുകൾ നമ്മൾ പറയുന്നതനുസരിച്ച് ഓരോന്നും നമ്മളുടെ മനസ്സിലേക്കും ബ്രെയിനിലേക്കും ന്യൂറോ ലിംഗ്വിസ്റ്റിക് അസോസിയേഷൻ ഉണ്ട്. അതുകൊണ്ട് അത് ഫീഡാവും. നമ്മൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയണ ലാംഗ്വേജ്. ഇപ്പം നമ്മൾ പുറത്തുനിന്ന് ഒരാൾ നല്ല ചിരിച്ചുകൊണ്ട് നമ്മളെ ഒരു ചീത്ത വിളിച്ചാൽ, വേറെ ലാംഗ്വേജിൽ നമുക്കറിയാത്ത ഒരു ഭാഷയിൽ ചീത്ത വിളിച്ചാൽ നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. കാരണം എന്താ, നമുക്കറിയില്ല. അപ്പം നമുക്ക് നമ്മുടെ ബ്രെയിനിൽ ഫീഡായിട്ടുള്ള ഈ വാക്കുകൾക്ക് ദൈവം ഒരു പ്രത്യേക ശക്തി നൽകിയിട്ടുണ്ട്. ആ വാക്കുകൾ എനർജിയാണ്, തോട്ട് എനർജിയാണ്, നമ്മുടെ ചിന്തകൾ എനർജിയാണ്. അതുപോലെ തന്നെ ആ വാക്കിലും പ്രത്യേകിച്ച് ദൈവമക്കളെ, അഭിഷേകം പ്രാപിച്ച ദൈവമക്കളുടെ പരിശുദ്ധാത്മാവിനാലുള്ള വാക്കിന് വളരെയധികം പവർഫുള്ളായ ഒരു മേഖലയാണ് വാക്കിൻ്റെ. ഓക്കെ,
അത് ശ്രദ്ധിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ അതായത് നമുക്ക് ചോയ്സ് ഓഫ് ഫ്രീ വില്ലുണ്ട്. നമുക്ക് എപ്പോഴും നമ്മൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ജീവനും മരണവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് എടുത്തുകൊള്ളുക എന്ന് അല്ലേ നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. സദൃശ്യവാക്കുകൾ 18:21 നമ്മൾ കാണും, ജീവനും മരണവും നിന്റെ നാവിൻ്റെ അധികാരത്തിലാണുള്ളത്. ആ നാവിൻ്റെ അധികാരത്തിൽ ഇപ്പോൾ അതായത് നിങ്ങൾ മരണം പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരിക്കലും പോസിറ്റീവ് കാര്യങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം പോസിറ്റീവായി നമ്മളെ തന്നെ നമ്മളുടെ മനസ്സിന്റെ നവീകരണം വഴി, മനസ്സിന്റെ രൂപാന്തരം പോസിറ്റീവായ ദൈവവചനം. അപ്പൊ എന്താണ് സത്യം? സത്യം വചനമാണ് സത്യം, അല്ലെ? വചനമാണ് സത്യസുവിശേഷം, സത്യവചനമാണ് കർത്താവായ യേശുവായിട്ട് മാംസരക്തങ്ങളിലേക്ക് ചുരുങ്ങിയത് ഈ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ച മഹാവാക്കാണ്. മഹാവാക്കാവുന്ന ആ ശക്തിയാണ് ഒരു ചെറിയ കുഞ്ഞിലേക്ക് ഒതുങ്ങി അല്ലെങ്കിൽ ഒരു മനുഷ്യരൂപത്തിലേക്ക് നമ്മളെപ്പോലെ ആയിത്തീർന്നു വന്നത്. നമ്മുടെ കർത്താവ് മുഴുവൻ എൻറ്റിറ്റി, മുഴുവൻ പവറും അതിലേക്ക് ചുരുങ്ങി വന്നതാണ്. കർത്താവ് ഭൂമിയിൽ ചെയ്യാൻ വന്നത് എന്തൊക്കെയാണ് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റിയത്? എന്തൊക്കെയാണ് കർത്താവ്? ഒന്ന് നമുക്കെല്ലാം അറിയാം, പാപത്തെ എടുത്തു മാറ്റി. പാപത്തെ മാത്രമല്ല, പാപത്തിന്റെ ശമ്പളമായ മരണത്തെ മാറ്റി, ശാപത്തെ മാറ്റി, ദാരിദ്ര്യത്തെ മാറ്റി, സാത്താന് നമ്മുടെ മേലുണ്ടായിരുന്ന ആധിപത്യത്തെ മാറ്റി. ഹല്ലേലൂയ, നമുക്ക് അവന്റെ മേൽ ആധിപത്യം തന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, രോഗത്തെ മാറ്റി, അത് പറയാൻ വിട്ടു, ലോകത്തെയും മാറ്റി. കർത്താവ് ഇതെല്ലാം ചെയ്ത കർത്താവ് അത് മാത്രമല്ല, സത്യത്തിൽ പാപ സ്വഭാവത്തെയും കർത്താവ് എടുത്തു മാറ്റി എന്നുള്ളതാണ്. അതായത് സിൻഫുൾ നേച്ചർ നമ്മളിലുള്ളത് കൃപയിൽ ആശ്രയിച്ചാൽ, ഞാൻ നീതിമാനാണെന്ന്, ഞാൻ ദൈവത്തിൻ്റെ നീതിയിലും ദൈവത്തിൻ്റെ നടത്തിപ്പിലും കൃപയിലും ഞാൻ ആശ്രയിക്കുകയാണെങ്കിൽ എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ, സത്യത്തിൽ വിശുദ്ധിയിൽ ജീവിക്കാനാണ് എളുപ്പം. അശുദ്ധിയിൽ ജീവിക്കാനല്ല. അശുദ്ധിയിൽ ജീവിക്കുന്നത് ഭയങ്കര എന്താ പറയുക, ഒരു വല്ലാതെ ഭാരമുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മൾക്ക് കൃപ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അശുദ്ധിയിലുള്ള ജീവിതം ഒരു വല്ലാത്ത വേദനയാണ്. ആ കുറച്ച് സമയത്തേക്കുള്ള ആൾക്കാർക്ക് കുറച്ച് സമയത്തേക്കുള്ള ഒരു പ്ലഷറിന് വേണ്ടിയിട്ട്, കുറച്ച് 2 മണിക്കൂർ 3 മണിക്കൂർ നേരത്തും ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു പാപകരമായ കാര്യത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ അതിന് ശേഷം വരുന്ന മനസ്സിൻ്റെ ഭാരം അല്ലെങ്കിൽ ആ മനസ്സിലേക്ക് വരുന്ന ഡെൻസിറ്റി, അത് താഴ്ത്തിക്കളയണ, അതിനെ കുറ്റബോധത്തിലേക്ക് എപ്പോഴും സാത്താൻ്റെ തന്ത്രം അങ്ങനെയാണ്. അപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ശ്രദ്ധിക്കണം. കാരണം ഇതൊരു ചൂണ്ട പോലെയാണ്. എല്ലാം നല്ല നല്ല ടേസ്റ്റുള്ള സാധനങ്ങൾ ഒന്നിട്ടിട്ട് ആ ചൂണ്ടയിലൊന്ന് കുത്തിക്കും. അത് പല പല കാര്യങ്ങൾ, ഡ്രിങ്ക്സ് ആയാലും ശരി, ഡ്രഗ്സ് ആയാലും ശരി, പോൺ മൂവീസ് ആയാലും ശരി, വളരെ ചെറിയ ചെറിയ രസങ്ങൾ, ചെറിയ സുഖങ്ങൾ ഇട്ടിട്ട് അതിൽ ആ ചൂണ്ടയിൽ കൊത്തിയാൽ, അല്ലെങ്കിൽ പാപം അതുപോലെയാണ്, ചെറുതായാലും വലുതായാലും വിഷമാണ് അതിലും. ആ വിഷം, അതുകൊണ്ട് കർത്താവ് ആ വിഷം നമ്മളിലേക്ക് വന്നാൽ നമ്മളിൽ അത് അസ്വസ്ഥതകൾ ഉണ്ടാക്കും എന്നറിയണോണ്ടാണ് കർത്താവ് നമ്മളോട് പാപം ചെയ്യരുതെന്ന് പറഞ്ഞത്. അതല്ലാതെ കർത്താവ് നമ്മളെ പാപിയെ വെറുക്കുന്നവനല്ല, പാപിയെ സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മുടെ, അല്ലെ? പാപിയെ സ്നേഹിച്ച് പാപ സ്വഭാവത്തെ കർത്താവ് എടുത്തു. ഓരോ ബൈബിളിലുള്ള നമ്മൾ സക്കായി എടുത്തു നോക്കുക, പാപിനിയായ സ്ത്രീ, ഓരോരുത്തരും എടുത്തു നോക്കിയാലും കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി ശരിക്കും യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ ഉള്ളിൽ കിട്ടിയാൽ പിന്നെ നമുക്ക് പാപം ചെയ്യാൻ, അതായത് അറിഞ്ഞുകൊണ്ട് ഒരു പാപത്തിലേക്ക് നമുക്ക് പോവാനായി സാധിക്കാത്ത വിധത്തിൽ കർത്താവ് സിൻഫുൾ നേച്ചർ, നമ്മുടെ പാപ സ്വഭാവം എടുത്തു മാറ്റും. അതെടുത്ത് മാറ്റണമെങ്കിൽ നമ്മൾ കർത്താവിലേക്ക് ആശ്രയിക്കണം. കർത്താവിലേക്ക് നമ്മൾ ആശ്രയത്വം വെച്ചാൽ മാത്രമാണ് നമുക്ക് ഈ പാപ സ്വഭാവത്തെ മാറ്റാൻ പറ്റുള്ളൂ. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ വാക്കുകളും നമ്മളുടെ ഉള്ളിലെ മനസ്സിൻ്റെ നവീകരണം, നമ്മളുടെ വിശ്വാസത്താൽ നമുക്ക് എന്ത് സംഭവിച്ചു, ഞാൻ നീതിമാനാണ് എന്നുള്ള ബോധ്യത്തിലുണ്ടെങ്കിൽ, അതായത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് പറയുന്ന ഭാഗം, അതായത് പരിശുദ്ധാത്മാവ് ഞാൻ പോയി കഴിയുമ്പോൾ കരിസ്തൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യപ്പെടുത്തും എന്ന് കർത്താവ് 8-ാം വാക്യത്തിൽ പറയണം.
9-ാം വാക്യത്തിൽ പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ പറയാണ്. എന്താ? പാപം അവരെന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് അവർക്ക് പാപത്തെക്കുറിച്ച്. അപ്പൊ ആർക്കാണ് ഈ പാപിയാണെന്നുള്ള ബോധ്യത്തിലാണ് നിങ്ങൾ ഉള്ളവരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കുക. ആ അവിശ്വാസിക്കാണ് പാപത്തെക്കുറിച്ചുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് കൊടുക്കണേ. കാരണം പരിശുദ്ധാത്മാവ് ഒരാളുടെ ജീവിതത്തിന് മേലെ വർക്ക് ചെയ്യണത് സത്യത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ മാത്രമാണെന്നാണ്. അല്ല, യേശുക്രിസ്തുവിലൂടെ ജീവനിലേക്ക് വിളിക്കപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള കൃപ കൊടുക്കുകയും അനുതാപം കൊടുക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. അതായത് പുറത്തുനിന്ന് പരിശുദ്ധാത്മാവ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. യേശുക്രിസ്തു ജീവനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളെ, അല്ലെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ള ദൈവമക്കളുടെ പരിശുദ്ധാത്മാവ് സത്യസുവിശേഷം ശ്രവിക്കാൻ ഇടയാവുമ്പോൾ അനുദപിപ്പിക്കുകയും, അതായത് ഞാൻ പാപിയാണെന്നുള്ള തിരിച്ചറിവിലേക്കും എനിക്ക് യേശുക്രിസ്തുവിനെ കൂടാതെ രക്ഷയില്ല എന്നുള്ള ബോധ്യത്തിലേക്കും ഒരാൾ വരും. ആ വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ അവർ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് പാപത്തെക്കുറിച്ച്, അതായത് അപ്പോൾ അയാൾ വിശ്വാസിയല്ല. അത് കഴിഞ്ഞ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിയുമ്പോഴാണ് അയാൾക്ക് നീതി കിട്ടുള്ളൂ. അപ്പോൾ വിശ്വസിക്കാത്തവർക്കാണ് പാപത്തെക്കുറിച്ച് തിരിച്ചറിവ് പരിശുദ്ധാത്മാവ് കൊടുക്കണം. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഞാൻ പാപിയാണെന്നുള്ള ബോധമാണുള്ളതെങ്കിൽ, അതിലാണ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ പാപബോധം മാറ്റിയിട്ട് ശരിയായ എവിടെയാണോ ക്രമീകരണം വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് അത് ചെയ്യുകയും അതിന് നീതിബോധത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ എടുക്കുകയും വേണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ നീതിബോധത്തിലേക്ക് വരിക എന്ന് വെച്ചാൽ രണ്ടാമത്തെ ഭാഗമാണ് അതിൻ്റെ. അതായത് ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ടും നിങ്ങൾ എന്നെ വീണ്ടും കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നീതിയെക്കുറിച്ചും, ആർക്കാണ് നീതി? നമുക്കാണ് നീതി. അതായത് ദൈവമക്കളായി കർത്താവിൻ്റെ ശിഷ്യന്മാരോടാണ് പറയേണ്ടത്. നിങ്ങൾക്ക് ഞാൻ തരുന്നത് നീതിബോധമാണ്, നീ നീതിമാന. അപ്പൊ എൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിനോട് ചേർന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക, നീ നീതിമാന, അതുകൊണ്ട് നിന്റെ അവയവങ്ങൾ നീതിയുടെ അവയവങ്ങളാണ്, നിനക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഈ ശബ്ദം നമുക്ക് കേൾക്കാം. എല്ലാവരോടും സംസാരിക്കേണ്ട കർത്താവ് എന്നോട് സംസാരിക്കേണ്ടത്. അതുപോലെ കർത്താവ് നിങ്ങളോട് ഓരോരുത്തരോടും സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടത്. നിങ്ങൾ മനസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ അകത്തുള്ള ഓരോ അവയവത്തിനും ഒരു അകത്തേക്കുള്ള ഒരു ഭാഗം കൊണ്ടിട്ട്, നമ്മൾ പുറത്ത് കണ്ണുള്ള പോലെ ആത്മാവിലേക്കുള്ള അകത്തെ കണ്ണുണ്ട്. അതുപോലെ പുറത്ത് ചെവിയുള്ള പോലെ അകത്തേക്ക് ചെവിയുണ്ട്. പുറത്ത് നമ്മളെ ആത്മാവിന്റെ സംസാരം, നമ്മളെ ഭാഷാവർത്തിൽ സംസാരിക്കുന്നത് കർത്താവിന്റെ നാക്കാണ്, അല്ലെ? അപ്പൊ അതുപോലെ ആ ശബ്ദം നമുക്ക് കേൾക്കാം. അപ്പൊ ഈ ശബ്ദം സ്റ്റിൽ സ്മോൾ വോയിസ്, അല്ലെങ്കിൽ അതിനേർത്ത ശബ്ദമാണ്. അപ്പൊ ആ ശബ്ദം വലിയ ബഹളങ്ങളുകൊണ്ട് നമ്മളെ മനസ്സിനെ നിറച്ചാൽ നമുക്കത് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കർത്താവിൻ്റെ വാക്ക് നമുക്ക് കേൾക്കണമെങ്കിൽ, നമ്മളുടെ ഉള്ളിൽ ആ സ്റ്റിൽനെസ്സിലേക്ക് വരണമെങ്കിൽ നമുക്ക് നീതിബോധം ഒരു അത്യാവശ്യമായ കാര്യമാണ്. കാരണം നീതിബോധം ഉണ്ടെങ്കിൽ നമുക്ക് പാപം ചെയ്യണതിന് മുന്നേ തന്നെ പാപം ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ ഇവിടുന്ന് പൊക്കോളാൻ നമുക്ക് അപ്പം തന്നെ നമുക്ക് ഉള്ളിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും, നമ്മളെ അവിടെ നിന്ന് നയിക്കും, അവിടെ നിന്ന് മാറാൻ വേണ്ടി പറയും. അതുപോലെ ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറുകയാണ്, അപ്പം നമ്മൾ തിന്മ കൊണ്ട് എതിർക്കാനല്ല, നന്മ കൊണ്ട് എതിർക്കാനാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്, അല്ലെ? എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കർത്താവിൻ്റെ ക്രിസ്തുവിലുള്ള ഒരു ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും, ഓരോരോ കാര്യങ്ങളും അവിടെ പ്രാവർത്തികമാകണമെങ്കിൽ ഞാൻ ഈ നീതിബോധത്തിൽ ഉറച്ചു നിൽക്കുക. അപ്പൊ ഈ നീതിബോധത്തിൽ ഞാൻ നീതിമാനാണ്, എന്നെ നീതിമാനും പരിപൂർണനും ആക്കിയിരിക്കുന്നു എന്നെ. അപ്പോൾ അതുപോലെ കർത്താവ് പറയാണ്, നമ്മളെ സത്യത്തിൽ ആത്മാവിനെ പരിപൂർണരാക്കി അതിൻ്റെ ഒപ്പം തന്നെ ശരീരത്തെയും മനസ്സിനെയും കർത്താവ് വീണ്ടും വരുന്ന ദിവസത്തിന് മുമ്പ് ഒരു കണ്ണിമ ചിമ്മുന്ന സമയം കൊണ്ട് നമുക്ക് ശരീരത്തിന് രൂപാന്തരം വരുമെന്നും മനസ്സ് ഒപ്പം ഈ നവീകരിക്കപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനസ്സിനെ, ആ നവീകരിക്കപ്പെട്ട മനസ്സിൽ നിന്നുള്ള ജീവിതം ജീവിച്ചാൽ മാത്രമേ നമുക്ക് പുതിയ സൃഷ്ടിയുടെ ന്യൂ ക്രിയേഷൻ ലൈഫ് പറ്റുള്ളൂ. അപ്പൊ ഈ ന്യൂ ക്രിയേഷൻ ലൈഫിൽ
വാക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. കാരണം നിങ്ങൾ പറയുന്നതനുസരിച്ച് സൃഷ്ടിക്കപ്പെടും. അപ്പം നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നാൽ, അപ്പം നിങ്ങളിപ്പോൾ ഒരു ചെറിയ ഒരു രോഗം അല്ലെങ്കിൽ ഇതൊക്കെ അയ്യോ ഇത് കുഴപ്പമുള്ള കാര്യമായിരിക്കോ, ഇത് ക്യാൻസർ ആയിരിക്കോ എന്ന് ചിന്തിച്ചാൽ അതിനെ ചിന്തിക്കും തോറും നിങ്ങളുടെ വാക്ക് പല പ്രാവശ്യം നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇത് മെല്ലെ 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 നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങും. അതായത് ഇപ്പോൾ ഇങ്ങനെ പറയാൻ വേണമെങ്കിൽ ഒരു മനസ്സിൻ്റെ ഉള്ളറ അല്ലെങ്കിൽ ഡീപ്പർ മൈൻഡ്, സബ് കോൺഷ്യസ് എന്നൊക്കെ പറഞ്ഞ ആ ഭാഗം നമ്മുടെ ഒരു ബംഗ്ലാവ് പോലെയാണെങ്കിൽ അതിൽ നിന്ന് അതിൻ്റെ ഒരു ഗേറ്റ് ഉണ്ട്. അതിൻ്റെ ഒരു ഗേറ്റും ഒരു മതിൽക്കെട്ടും ഉണ്ട്. ആ മതിൽക്കെട്ടിൻ്റെ അവിടെ ഒരു വാച്ച്മാൻ ഉണ്ട്. ആ വാച്ച്മാനാണ് ശ്രദ്ധ. ഇപ്പോൾ ഈ നിമിഷത്തിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ എന്ന് കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ഈ നിമിഷത്തിൽ ഞാൻ എന്താണ് സംസാരിക്കുന്നത്, എന്താണ് കേൾക്കുന്നത്, എന്താണ് പറയുന്നത്, ഇതെല്ലാം നമ്മൾക്ക് ശ്രദ്ധ ഉണ്ടാവണം. ആ ശ്രദ്ധ ഉണ്ടാവുമ്പോൾ നമ്മൾ ശരിയായ വാക്കുകൾ പറയാനായിട്ട് നമുക്ക് പറ്റും. ആ ശ്രദ്ധയാണ് അത്. ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. അല്ലാതെ ദൈവമക്കൾ ഉറങ്ങണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. ഉണർന്നിരിക്കണം. ഇപ്പോൾ ഞാൻ മറ്റുള്ളവർ പറയുന്നത് എനിക്ക് വേണ്ടാത്ത കാര്യമാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. നമ്മൾ തന്നെ പറയണത് ഏറ്റവും അധികം നിങ്ങൾ പറയുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ഹൃദയം ഏറ്റവും ഒരു സ്ക്രൂട്ടണി ഇല്ലാതെ വിശ്വസിക്കുന്ന കാര്യം നിങ്ങൾ പറയണതാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് ശരിയാണോ? അപ്പം നിങ്ങൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ 1:26 പറയാണ്, നമ്മൾ അതായത് ദൈവഭക്തനാണെന്ന് പറയാൻ തൻ്റെ നാക്കിനെ സൂക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ്റെ ഭക്തി വ്യർത്ഥമാണെന്നാണ് പറയണേ, അല്ലേ? ഭക്തി കൊണ്ട് പ്രയോജനമില്ല എന്നാണ് യാക്കോബിൻ്റെ ലേഖനം വീണ്ടും 3-ാം അധ്യായത്തിൽ നാവിനെ പറ്റി. നാവ് തീയാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ നാവ് തീ മാത്രമല്ല, ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ്, രണ്ടും ഉണ്ടാക്കാൻ പറ്റും. നാവിന് രണ്ടും സൃഷ്ടിക്കപ്പെടാനായിട്ട് പറ്റും നാവിൽ കൂടെ. അതായത് കുതിരയുടെ കടിഞ്ഞാൺ പോലെയാണ്, കപ്പലിൻ്റെ ചുക്കാൻ പോലെയാണ്. കപ്പലിൻ്റെ ചുക്കാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെറിയ സാധനമാണ്, റെഡർ എന്ന് പറഞ്ഞൊരു കുഞ്ഞു സാധനം. അത് നമ്മുടെ സ്റ്റിയറിംഗ് വീൽ, കാറിൻ്റെ സ്റ്റിയറിംഗ് വീൽ പോലെ അതാണ് ഏത് ഭാഗത്തേക്കാണ് ഇത് തിരിയണ്ടേന്ന് തീരുമാനിക്കണം. അതുപോലെ നിങ്ങളുടെ ലൈഫ് എങ്ങടാ പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ വാക്കുകളാണ്. അപ്പം ആ വാക്കിന് നിങ്ങൾ വളരെ വളരെ ജാഗരൂകതയോടെ സൂക്ഷിക്കണം. കാരണം ഹൃദയം നിറഞ്ഞു തുളുമ്പുന്നതാണ് അധരം സംസാരിക്കുന്നത് എന്ന് പറയണം. അപ്പോൾ ഹൃദയത്തിൽ നിറച്ച് വചനം നിറയ്ക്കുകയും വചനമാകുന്ന സത്യം കൊണ്ട് നിറയ്ക്കണം. വചനമാണ് സത്യം, അല്ലേ? വചനമാണല്ലോ സത്യം. അപ്പം ഈ വചനത്തിന് എതിരായിട്ടുള്ള കാര്യം, അപ്പോൾ ഡോക്ടർ തരുന്ന റിപ്പോർട്ട് ചിലപ്പോൾ എതിരായിരിക്കും. വചനത്തിൽ പറയണത് അവൻ്റെ അടിപ്പിണറുകളാൽ എനിക്ക് സൗഖ്യമുണ്ട്, അവൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യമുണ്ടെന്ന് പറയണം. അതുപോലെ വചനം പറയണം, എനിക്ക് പാമ്പുകളുടെയും തേളുകളുടെയും എല്ലാ ശത്രുവിൻ്റെ സകല ബലത്തെയും ഉള്ള ചവിട്ടാൻ അധികാരം തന്നിരിക്കുന്നു പറയണം. അപ്പം അതിനെതിരായിട്ട് ക്രിസ്തുവിൻ്റെ വചനത്തിൽ, ക്രിസ്തുവിൻ്റെ അറിവിനെതിരായിട്ട് വരുന്ന കാര്യങ്ങളെ നമുക്ക് അത് ആണ് അസത്യം, കള്ളം. അപ്പോൾ അതിനെ നമുക്ക് നെഗേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വാക്ക് ഉപയോഗിക്കുക. കാരണം എപ്പോഴും പിശാചിൻ്റെ സൂത്രവും തന്ത്രം എന്താ അറിയോ? നിങ്ങൾ നല്ല സന്തോഷത്തിൽ പോവുകയാണെ നിങ്ങളുടെ സമയം മോഷ്ടിക്കുക, നിങ്ങളുടെ സന്തോഷം മോഷ്ടിക്കുക. അതാണ് എപ്പോഴും സാധാരണയായിട്ട്. അപ്പോൾ ഒരാളൊന്ന് മോശമായി പെരുമാറും, ഞാൻ നന്മ ചെയ്തിട്ടും എന്നോട് തിന്മയും പകരം കാണിച്ചാൽ ഉടനെ എനിക്ക് അസ്വസ്ഥതയായി. ഈ അസ്വസ്ഥതയ്ക്ക് നിങ്ങളുടെ മനസ്സിൽ ഇടം കൊടുക്കുമ്പോൾ ഈ അസ്വസ്ഥത, അല്ലെങ്കിൽ തിരിച്ച് നമ്മളൊരു വാക്ക് പറയുകയാണ്, അവർ പറയുന്ന നെഗറ്റീവിനനുസരിച്ച് നമ്മൾ നമ്മുടെ വാക്കുകൊണ്ട് അല്ലെങ്കിൽ അവരെ പറ്റിയിട്ട് ഒരു കുറ്റം നമ്മൾ വേറെ ആളോട് പോയി പറയുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ അസ്വസ്ഥത നമ്മളുടെ ഉള്ളിൽ ഒരു പോർട്ടൽ, ഒരു ചെറിയ സ്പേസ് ഉണ്ടാക്കി കൊടുക്കും. പിശാചിൻ്റെ എന്തൊക്കെയോ സാധനം വെക്കാനുള്ള ഒരു സ്ഥലം നമ്മൾ തന്നെ കൊടുക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങളെ വിട്ടുകൊടും എന്ന് പറഞ്ഞത് ഞാൻ പിശാചിനെ ശാസിക്കുന്നു, ബൽസിക്കുന്നു എന്നൊക്കെ പറയാനല്ല. അതൊക്കെ വേണ്ട സമയത്ത് ശാസിക്കേണ്ടി വരുന്ന സമയത്ത് ശാസിക്കണം. പക്ഷേ അവൻ്റെ സാധനങ്ങളൊന്നും ഞാൻ എടുക്കാതിരിക്കാനാണ് പറയണേ. റെസിസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ അതായത് പിശാചിൻ്റെതായ ഒരു ക്വാളിറ്റിയും ഞാൻ കാണിക്കാതിരിക്കുക. അതാണ് റെസിസ്റ്റൻസ്. അതായത് കർത്താവ് പെരുമാറിയതുപോലെ ആ സാഹചര്യത്തിൽ പെരുമാറാനുള്ള കൃപ എനിക്ക് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മളുടെ വാക്കിന് ഭയങ്കര പവറാണുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അകത്തേക്ക് നമ്മുടെ ഉപബോധ മനസ്സിനാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ഡീപ്പർ മൈൻഡ് ആകുന്ന ബംഗ്ലാവിലേക്ക്
ഓരോ വാക്കും അല്ലെങ്കിൽ ഓരോ ചിന്തകളും ഇങ്ങനെ ഓടിക്കയറുകയാണെങ്കിൽ ആ ഓടിക്കയറുന്നതിനെ അവിടെ ആ വാച്ച്മാൻ ഒന്ന് അലേർട്ടായിട്ടിരിക്കുക, ശ്രദ്ധിക്കുക. നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? നിങ്ങൾക്ക് ആഗ്രഹമുള്ളതും താല്പര്യമുള്ളതും വചനത്തോട് ചേർന്നതുമായ കാര്യമാണോ, അതോ വചനത്തിന് എതിരായ, വചനത്തിനോട് ചേരാത്ത കാര്യമാണോ? അങ്ങനെ അറിയണമെങ്കിൽ എന്ത് വേണം? വചനകത്ത് വേണം. അപ്പോൾ ആ വചനം ധാരാളമായി ഭക്ഷിക്കുക. അത് ആത്മാവും ജീവനുമാകുന്നു. അത് ദൈവം തന്നെയാണ്. സമസ്തവും സൃഷ്ടിക്കപ്പെട്ട ആ വചനത്തിനെ നമുക്ക് വചനത്തിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള ഇത് നമ്മൾ എത്ര ഉള്ളിലേക്ക് പോയാലും അതിങ്ങനെ വീണ്ടും 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 ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാസത്യമാണ് അല്ലേ നമ്മുടെ കർത്താവായ യേശു. അപ്പോൾ എല്ലാവർക്കും നാക്ക് സൂക്ഷിക്കാനും നല്ല നല്ല നിക്ഷേപങ്ങൾ അതിലൂടെ ഉണ്ടാകും, നല്ല ഫലം പുറപ്പെടുവിക്കാൻ, അതിൻ്റെ ഫലം അവർ അനുഭവിക്കുമെന്നാണ് എഴുതിയിട്ടുള്ളത് അല്ലേ. വചനത്തിൽ, അതായത് വായിൽ നിന്ന് വരുന്ന വാക്കിൽ ജീവനും മരണവും നാവിൻ്റെ തുമ്പിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണോ നമ്മൾ പറയണത് അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കും. അപ്പോൾ ജീവൻ തന്നെ സംസാരിക്കാൻ, മരണം പറയാതിരിക്കാൻ, മറ്റുള്ളവർ പറഞ്ഞതോ നമ്മൾ പറഞ്ഞതോ ആയ മരണത്തിനെ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട്, അതിനെ കളഞ്ഞുകൊണ്ട് നമ്മൾ മുന്നേറാൻ എല്ലാ ദൈവമക്കൾക്കും സാധിക്കട്ടെ. നേരത്തെ പറഞ്ഞ ആ ഒരു ബംഗ്ലാവ് പോലെ ഉള്ള കാര്യമാണ് നമ്മളുടെ ആഴത്തിലുള്ള മനസ്സ്. ആ മനസ്സിലേക്ക് ഓടിക്കയറാൻ നമ്മൾ കള്ളനാണോ വരുന്നത്, എനിക്ക് നന്മ കൊണ്ടാണോ വരുന്നത് എന്ന് ശ്രദ്ധിക്കാതെ ആരും ഓടിക്കയറാൻ നമ്മളുടെ പുറത്തെ മനസ്സ് ആവുന്ന മതിൽ കെട്ടും അതിൻ്റെ ഗേറ്റിലുള്ള വാച്ച്മാൻ ഒന്ന് മനസ്സിലൊന്ന് കണ്ടു നോക്കൂ. അങ്ങനെ അപ്പോൾ മനസ്സിൻ്റെ ആഴത്തിലുള്ള മനസ്സിൻ്റെ ലേക്ക് ഒരു കാര്യം ചെന്നു കഴിഞ്ഞാൽ അത് സംഭവിക്കാനുള്ള ശക്തി അവിടെയുണ്ട്. അത് എന്താണ് വേണ്ടത് എന്നുള്ളത് അവിടെയല്ല, ഇവിടെയാണ് നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ടത്. ഇവിടെ ജഡ്ജ്മെൻ്റ് ഇല്ല. അതുകൊണ്ട് ബോധ മനസ്സിൽ നമ്മളുടെ വാച്ച്മാൻ നല്ല അലേർട്ടായിരിക്കണം. വാച്ച്മാൻ എപ്പോഴും ക്ലിയറായി നല്ല ക്ലാരിറ്റിയുള്ള വ്യക്തതയുള്ള മനസ്സോടുകൂടി ഇത് എനിക്ക് നന്മ കൊണ്ടിരുന്ന കാര്യമാണോ തിന്മ കൊണ്ടിരുന്ന കാര്യമാണോ, ഇത് വചനത്തിന് അനുസരിക്കുന്ന കാര്യമാണോ വചനത്തിന് അധിഷ്ഠിതമല്ലാത്ത കാര്യമാണോ, ആണെങ്കിൽ ഞാൻ ഇത് പറയില്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും 4th സ്റ്റേജ് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് ഒരു ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് കയ്യിൽ കിട്ടിയാലും അവൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് വചനം പറയുന്നു, അതുകൊണ്ട് ഞാൻ അത് വിശ്വസിക്കും, ഇത് വിശ്വസിക്കില്ല എന്ന് പറയാനും അത് വീണ്ടും വീണ്ടും നിങ്ങൾ പറയുന്തോറും അതിന് ശക്തി പ്രാപിക്കാൻ തുടങ്ങും. അതായത് ഒരു എന്താ പറയുക, ഒരു നല്ല ഫെർട്ടൈൽ ഭൂമിയാണ് നിങ്ങളുടെ ആഴത്തിലുള്ള മനസ്സ് എന്ന് കരുതിക്കോളും, ഹൃദയം എന്ന് കരുതിക്കോളും. അവിടെ നിങ്ങൾ രോഗത്തിൻ്റെ ഒരു വിത്തിടാൻ വേണ്ടി ഡോക്ടർ ശ്രമിക്കും, അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് ശ്രമിക്കും, പിശാചതിലൂടെ ശ്രമിച്ച് അവിടെ ഒരു രോഗത്തിൻ്റെ വിത്തിട്ടു. നിങ്ങളുടെ ഉള്ളിൽ അവിടെ ഒരു ആരോഗ്യത്തിൻ്റെ ചെടിയുണ്ട്. പക്ഷെ നിങ്ങൾ തൊട്ട് നിങ്ങൾ പിന്നെ ഈ ആരോഗ്യത്തിൻ്റെ ചെടിയെക്കുറിച്ച് ചിന്തിക്കുകയില്ല. നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ വാക്കുകളും മുഴുവനും ഈ രോഗത്തെക്കുറിച്ചാണെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിക്കുന്നതെല്ലാം ഈ സീഡിനാണ്. മറ്റേതിനെ എനിക്ക് ആരോഗ്യം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ എനിക്കിപ്പോൾ ആരോഗ്യമില്ല എന്ന് ചിന്തിക്കുമ്പോൾ ഏത് ചെടിക്കാണ് വെള്ളം വീഴുക? രോഗത്തിൻ്റെ ചെടിക്കാണ്. അതുപോലെ ഈ ചെടി കരിഞ്ഞു പോവുകയും മറ്റേ ചെടി വളർന്നു വരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓരോ പ്രാവശ്യം സംസാരിക്കുമ്പോഴും നിങ്ങൾ വചനത്തിന് അധിഷ്ഠിതമായ കാര്യമാണോ എന്ന് നിങ്ങൾ നോക്കണം. നമ്മളുടെ നന്മയ്ക്കുള്ളതാണോ അനുഗ്രഹമാണോ സംസാരിക്കുന്നത്? നമ്മൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ അനുഗ്രഹം സംസാരിക്കും. മറ്റുള്ളവരൊരു മോശം കാര്യം എങ്ങനെയാണ് പിശാച് എപ്പോഴും സൂത്രം തന്ത്രം കൊണ്ടുവരുന്നത്? നമ്മുടെ സന്തോഷം മോഷ്ടിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന കാരണം. എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കും, ഇടവിടാതെ പ്രാർത്ഥിക്കും. ദൈവമക്കളെ പറ്റിയുള്ള കർത്താവിൻ്റെ പ്ലാൻ എന്താണ്? 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 12 തൊട്ടുള്ള വാക്യങ്ങൾ, ഹല്ലേലൂയ, 16 തൊട്ടുള്ള വാക്യങ്ങളാണെങ്കിൽ എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കും, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കും. ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ തിരിഹിതം. അപ്പോൾ ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്, പ്രവചനങ്ങളെ നിന്ദിക്കരുത്, എല്ലാം പരിശോധിച്ച് നോക്കുവിൻ. അപ്പോൾ ആത്മാവ് വീര്യത്തോടെ
നമ്മൾ എപ്പോഴും സന്തോഷിക്കാൻ പറ്റണമെങ്കിൽ, ഇടവിടാതെ പ്രാർത്ഥിക്കാൻ പറ്റണമെങ്കിൽ, സ്തോത്രം ചെയ്യാൻ പറ്റണമെങ്കിൽ എല്ലാ കാര്യത്തിലും നന്ദി പറയാം. എല്ലാ കാര്യത്തിലും നന്ദി പറയുമ്പോൾ എന്നാ ഗുണം? സാത്താന് കൊണ്ടുവന്ന ആയുധത്തിനെ ഓർത്തുപോലും നിങ്ങൾക്ക് നന്ദിയാണ് വരുന്നതെങ്കിൽ അത് ആ ആയുധം നിർവീര്യമാവും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സാത്താനോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങളെ വിട്ടോടും എന്ന് കർത്താവ് പറഞ്ഞത്. ഇത് വേറൊരാളുടെ ഒരു തിന്മയിൽ കൂടെ നിങ്ങളിലേക്ക് ഒരു തിന്മ വാക്ക് പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ഒരു തിന്മപ്പെട്ട വാക്ക് പറയാൻ നിങ്ങൾക്ക് പ്രേരണ വരുമ്പോൾ, അയാൾ മോശമായി സംസാരിക്കുന്ന, ഒരിക്കലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ഉപകാരം ചെയ്ത വ്യക്തിയാണെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അറിയാതെ ഇത് പറയുമ്പോൾ സാത്താൻ്റെ ഒരു കാര്യം നമ്മളുടെ ഉള്ളിലേക്ക് വെക്കാൻ നമ്മൾ ഇടം കൊടുത്തു. അതാണ് കർത്താവ് സാത്താനോട് എതിർത്ത് നിൽപ്പാൻ പറയുമ്പോൾ എപ്പോഴും ശാസിക്കുക, ഓടിക്കുക എന്നുള്ളതല്ല. സാത്താൻ്റെ ഒരു കാര്യവും എൻ്റെ അകത്തൊന്ന് വരാതിരിക്കാൻ നോക്കുക. അതാണ് നമ്മൾ കർത്താവിനെ പോലെ ആ സാഹചര്യത്തെ നന്മ കൊണ്ട് തിന്മയെ എതിർക്കുക, ജയിക്കുക എന്നുള്ളതാണ് കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് അനുഗ്രഹമായി എന്ന് ഞാൻ കർത്താവിൽ സന്തോഷിക്കണം. ഇത് ഈ വാക്ക്, നാക്ക്, ഈ ആ മേഖലയിലെല്ലാം ഇപ്പം കിട്ടിയ അണ്ടർസ്റ്റാൻഡിങ് അത് ദൈവവചനത്തിന് അധിഷ്ഠിതമായ കാര്യങ്ങളാണോ ഞാൻ പറയണത് എന്നുള്ളത് എപ്പോഴും ശ്രദ്ധയിലുണ്ടാവണം. അപ്പോഴാണ് ആ വാച്ച്മാൻ ഉണർന്നു നിന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുക. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാനോ ഡൊണേറ്റ് ചെയ്യാനോ ഒക്കെ മിനിസ്ട്രി സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കിനി അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഇതിൽ നിങ്ങൾ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോട്ടെ. നിങ്ങൾ ഓരോ ആൾക്കാർക്കും, എല്ലാ മക്കളെയും, ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സകല ദൈവമക്കളെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരുടെ നാക്കുകളെ സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, വണ്ടർഫുൾ ജീസസ്. ഓരോ ദൈവമക്കളുടെയും നാക്കിൽ ഇന്ന് ഏശയുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ കർത്താവെ, അങ്ങയുടെ സെറാഫുകൾ തീക്കനൽ കൊണ്ട് സ്പർശിച്ച് അശുദ്ധി നീക്കിക്കളഞ്ഞതിനായി നല്ലത് മാത്രം സംസാരിക്കുന്ന, അനുഗ്രഹം സംസാരിക്കുന്ന, ജീവൻ സംസാരിക്കുന്ന, നമ്മളെയും അവനവനെയും നമ്മൾ ഓരോരുത്തരെയും മറ്റുള്ളവരെയും അനുഗ്രഹിക്കുന്ന ദൈവമക്കളായിട്ട് ദൈവസഭ തിളങ്ങട്ടെ, വിളങ്ങട്ടെ. അതിനെ ഓരോ മക്കളെയും അനുഗ്രഹിച്ച് ആശീർവദിച്ച് അഭിഷേകം ചെയ്തതിനായി എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നന്ദി അബ്ബ. ആമേൻ. ഹല്ലേലൂയ. Wonderful Jesus.